പ്രിയ ഗ്രൂപ്പിലെ അംഗങ്ങളെ അറിഞ്ഞിടത്തോളം ഇത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കേസാ. എന്റെ പൊന്നെ ഞങ്ങള് ഭയങ്കര സങ്കടത്തില് പെരയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണോ. ഇവറ്റകളെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് കയറി വന്നതാ. അവരെല്ലാം ഈയാമ്പാറ്റകളെ പോലെ വരും പോകും. ആറാട്ടെണ്ണൻ ഇന്നലൊരു വീഡിയോ ഇട്ടു. സാർ അറിയാണ്ട് പറ്റിപ്പോയതാണ് സാറേ. പോക്കർത്തരം എന്ന് പറഞ്ഞ ഇവനെ കല്യാണ അടുത്ത ദിവസം കല്ല് വെച്ചെന്ന് പറയണെന്ന് അടുത്ത മാസം കാണ്ട് പറഞ്ഞു വെച്ചേക്കണേ ജൂലൈയില്. എന്താ നിന്റെ പേര്? ഇവൻ പെണ്ണുപിടിയനാണ്. അവര് പറഞ്ഞത് സത്യമല്ലേ? പന്നകള്. അതിലൊരു മാനക്കേടും വിചാരിക്കണ്ട. നിന്റെ കഴിവാ നിന്റെ വഴി. പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിന്റെ വീട് കള്ള എന്താ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ? ഇല്ല, ഒന്നുമില്ല. ഓ ശരി, കള്ളവടിക്ക് പോയിണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനെ കുറിച്ച് മോശമായിട്ട്. തെളിവുണ്ടോ? തെളിവ് ഞാൻ എവിടെ വീട്ടിൽ പോയി അന്ന് വെടിവെച്ച ഉണ്ട പെറുക്കി കൊണ്ടുവന്ന് തരണം. ഓഹോ, പരിഹസിക്കാണോ? ആ മോശമായിട്ട് വീഡിയോ ഇട്ടു. പക്ഷെ ഇന്നലെ ഈ പാവം കരഞ്ഞോണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഞാൻ ആത്മഹത്യ വരെ ചെയ്യാൻ പോവാണ്. വൈപ്പി പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിച്ചാവുകയെന്ന് പറയും. എന്താ കാര്യം എന്നറിയാം. അതുപോലെ വിഷമായി പോയി പൊന്നിന്. എനിക്ക് ഒന്നും വേണ്ട, നിന്നെ എന്നിങ്ങനെ ജീവനോടെ കണ്ടാ മതി. കാരണമല്ല ഈ മുത്ത് ഇന്നലെ കുറെ കരഞ്ഞില്ല. ഇന്നലെ അതെനിക്കൊരു പുതിയ അറിവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. ഇപ്പൊ താമസിക്കുന്ന എവിടെയെന്നറിയോ? ലോഡ്ജ് റൂമില്. ഞാൻ യൂഷ്വലി ഹോട്ടലിൽ தான் തങ്ങുവേൻ. ദിസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ്. ആണോ? പാരമ്പര്യമുള്ള ഒരു തറവാട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ഇത് ആശ്ചര്യമായിരിക്കണു. ചെലവിന് വേണമെങ്കിൽ ഞങ്ങൾ വല്ലതും അയച്ചു തരട്ടോ എന്ന്. വീട്ടിലേക്ക് പോയിട്ടില്ല, കാരണം അവിടെ ചെന്ന് അമ്മ തല്ലും. എന്തരടെ നിന്റെ സാറിപ്പ ചൊറിയും കുത്തി ചെന്നൈയിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന്. അവന്റെ പത്തി ചതച്ച് ചതച്ച് അരയ്ക്കണം. ഈ വീഡിയോ കണ്ടല്ലോ, ഇങ്ങനെ സംഭവം ഉണ്ടായെന്നാ വീട്ടിൽ ചോദിക്കണം. അമ്മൂമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും. അപ്പൊ ഒരു കാര്യം ഞാൻ പറയുകയാണ്, എന്റെ വാചകടി കേട്ട് നിൽക്കാന്നല്ലാതെ നിങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പണിയില്ലേ? മിസ്റ്റർ ആറാട്ടണ്ണൻ, നിങ്ങളെ നമ്മളെ ഒരു ഗുരുവിന്റെ സ്ഥാനം, ഒരു ചേട്ടന്റെ സ്ഥാനത്തിലാണ് നമ്മൾ കണ്ടത്. എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. പക്ഷേ തലമുറയിൽ ഒരുപാട് പേർക്ക് സൗഹൃദം ഉണ്ടാവും. സൗഹൃദം ഉണ്ടായാലും ഇങ്ങനെ പുള്ളി ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമില്ല. നടന്നാലും ഇല്ലെങ്കിലും അത് നടന്നില്ലെങ്കിൽ പുള്ളിക്ക് എന്താണ് എന്തോന്നാടാ എന്തേ ഇവന് ഫേസ്ബുക്കിലൊക്കെ പുള്ളിക്ക് എന്താ കിട്ടും? ഫേസ്ബുക്കിൽ ഒരു 1000 പെൺകുട്ടികളാണ് ഒരു ദിവസം കാണാൻ പറ്റുമെന്ന് ചോദിക്കണം. അല്ലേ വിഷ്ണു? അല്ലേ? നിന്റെ ഐഡിയ ആയിരുന്നല്ലോ. നമ്മൾ ഒരു ദിവസം ഓടിയില്ലേ? ഈ മൈക്ക് പിന്നെ തിന്നാൻ വെച്ചേക്കാണ്. പറ. അപ്പോൾ ഞങ്ങൾ വലിയ വലിയ ആളുകൾ സംസാരിക്കുമ്പോ കുട്ടികൾ മിണ്ടാതിരിക്കുക. അപ്പൊ അത് മറ്റേ എന്താ പറയാ, ഒരുപാട് പേര് ചിലര് നല്ല രീതിയിൽ വിളിക്കും. മോനെ കുട്ട പോടാ, അത് ശരിയാവില്ല. അതെ, ബാത്റൂമിലെ ഫ്ലക്സ് വർക്കുള്ള ഒന്ന് വേഗം ശരിയാക്കി തന്നെ. സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനിറ്റ്, എന്നെ മോനെ കുട്ടാന്ന് വിളിക്കുന്നുണ്ട്. അതിലെ കുട്ടാന്നുള്ള കൂ മാത്രമേ ഉള്ളൂ. ബാക്കി മറ്റേ അങ്ങനെ പറയില്ല സാറേ. ആകെയുള്ള വരുമാനം അവർക്ക് ഇവിടെ നിന്നുള്ള കാശാണ്. Okay, see you.